ഞാനതാ പറഞ്ഞത്, അൻവർ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും നിങ്ങളിപ്പോ ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കേൾക്ക് നീല ചോദിച്ചു. അത് മനസ്സിലാവണല്ലോ, ചോദിച്ചാൽ മനസ്സിലാവണം. ചോദിച്ചാളെ ഉന്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ പറഞ്ഞാല് ഇതെല്ലാം പറഞ്ഞ പോലെ നിൽക്കുന്നതല്ല ഈ സെറ്റ്. ഏറ്റവും അവസാനം വേറെ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞല്ലോ അത് ഗുണം ചെയ്യുന്നു, അപ്പൊ ഇപ്പൊ ഗുണം ചെയ്യില്ലല്ലോ, കാരണം പോയല്ലോ. അത് വിശദീകരിക്കാൻ എന്നെ ഉപയോഗിക്കേണ്ട. അതാണ് നിങ്ങൾ ഉന്നത്. അൻവർ വരുന്നോ വരുന്നില്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അയാൾ മത്സരിക്കുന്നില്ലയോ എന്നുള്ളതും ഞങ്ങൾക്ക് പ്രശ്നമല്ല. നിലമ്പൂർ നിയോജകമണ്ഡലത്തിന് അടിസ്ഥാനപരമായിട്ട് തൊഴിലാളി വർഗ വീക്ഷണവും രീതിയും ഒക്കെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ നിലമ്പൂര്. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തി അതിന്റെ ഫലമായിട്ട് മരിക്കേണ്ടി വന്ന രക്തസാക്ഷിയാവേണ്ടി വന്ന കുഞ്ഞാലിയുടെ നാടാണ് ഈ നിലമ്പൂര്. ആ നിലമ്പൂരിലെ അധ്വാനിക്കുന്ന ഒരു വർഗ്ഗമുണ്ട്, വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. മറ്റ് മണ്ഡലം പോലെയല്ല നിലമ്പൂര്. മലപ്പുറത്ത് തന്നെ മറ്റു മണ്ഡലങ്ങൾ പോലെയല്ല നിലമ്പൂർ മണ്ഡലം. നല്ല രാഷ്ട്രീയ പോരാട്ടം നടത്തി പാരമ്പര്യമുള്ള പരിചയമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉപജാപക സംഘങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ച് അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വലിയ അഭിപ്രായ വ്യത്യാസവും സംഘർഷവും സംഘടനവും ഒക്കെ UDF-ന്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അതിന്റെ അകത്ത് ഒരു സംഘർഷം കൂടി ഈ അൻവർ കൂടി വന്നപ്പോൾ ആയിരുന്നു മാത്രമേ ഉള്ളൂ. അത്രേ കാണിയുള്ളൂ. ഞങ്ങൾ UDF ആയിട്ടാണ് മത്സരം. അതിന്റെ വേറെ തർക്കമുള്ളത് അവിടെ വേറെ പ്രധാനപ്പെട്ട വേറെ മുന്നണിയില്ല. ഉള്ളത് LDF-ഉം UDF-ഉം തന്നെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് നിങ്ങൾ ഗൗരവത്തിലെടുത്തോ. അവിടെ ആര് മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും അവിടെ എല്ലാ വർഗീയവാദികളും, ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത, അതിന്റെ ഒപ്പം ചേർന്ന UDF-ന്റെ വിഭാഗം എല്ലാം ചേർന്ന് ഒരു മഴവിൽ സഖ്യമൊക്കെ ഉണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മത്സരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് വരില്ല. അതാണ് കാര്യം. അതെ, രാഷ്ട്രീയം തന്നെയാണ് കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വേറെ എന്ത് പറയാനല്ലേ? രാഷ്ട്രീയമല്ലാണ്ട് വേറെ എന്താണ് പറയാനുള്ളത്? രാഷ്ട്രീയം തന്നെയാണ്. കേരളത്തിലെ വികസനം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമില്ലേ? കേരള വിരുദ്ധ നിലപാടാണല്ലോ UDF-ഉം BJP-യും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു വികസനവും നടത്താൻ പാടില്ല എന്നാണല്ലോ അവർ സ്ഥിരമായിട്ട് ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും അവരതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ വികസനത്തിനെതിരായിട്ടുള്ള സമരമല്ലേ കേരളത്തിൽ നടന്ന ഏക സമരം? വേറെ ഏത് സമരം? അവർ നടത്തിയ എല്ലാ സമരവും പരിശോധിച്ച് നോക്കിയ എല്ലാം തന്നെ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനത്തിന് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാട് വെച്ചുകൊണ്ടല്ലേ സമരം നടത്തിയിട്ടുള്ളത്. ഓരോ സമരവും നടത്തിയിട്ടില്ലല്ലോ. ജനകീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സമരം UDF നടത്തിയോ? BJP നടത്തിയോ? ഇവിടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള പരിഹാരം കാണാൻ വേണ്ടി പോരാട്ടങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയില്ലേ നടത്തിയത്? അതല്ലേ കേരളത്തിന്റെ വർഗീയവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞങ്ങൾ അതിശക്തിയായ രീതിയിൽ പ്രതികരിച്ചത്, ഗവർണർമാരുടെ നിലപാട് ഉൾപ്പെടെ വെച്ചുകൊണ്ട്. കേരളത്തിന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കിട്ടേണ്ടുന്ന നമ്മുടെ അവകാശപ്പെട്ട വിഹിതം അത് തരാതിരിക്കുമ്പോൾ അതിനെതിരായിട്ട് ശക്തിയായ പ്രക്ഷോഭവും പ്രസ്ഥാനങ്ങൾ ഉണ്ടായി രൂപപ്പെടുത്തിയത് ഞങ്ങളല്ലേ? ഏതെങ്കിലും UDF-കാരൻ വേണ്ടിയിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് അവഗണിക്കുകയാണ്, സാമ്പത്തിക ഉപരോധം തീർക്കുകയാണ് പറഞ്ഞിട്ട് വല്ലതുണ്ടോ? വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി കിഫ്ബിക്കെതിരായിട്ട് അല്ലേ നിങ്ങളുടെ സമരം, UDF-ന്റെ സമരം, BJP-യുടെ സമരം? ആ കിഫ്ബിയല്ലേ 90,000 കോടി ചെലവാക്കിയിട്ട് കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യമാകെ ലോകത്തിനു മുമ്പിൽ വളരെ ഫലപ്രദമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് കേരളത്തെ മാറ്റിയത്? അതിന്റെ ഭാഗമായിട്ടില്ലേ റോഡും പാലവും ആശുപത്രി കെട്ടിടങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി എന്തിനീ നാഷണൽ ഹൈവേ 66-ന് വേണ്ടി 5,600 കോടി രൂപ കൊടുത്തത് കിഫ്ബിയല്ലേ കേരളത്തിന് വേണ്ടി? അതിനെതിരെ അത് ഒരു തരത്തിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്? ഞങ്ങളിവിടെ സംരംഭകരെ കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അത് നിങ്ങളെതിരായിരുന്നല്ലോ. 3,50,000 സംരംഭകരെ ഈ കേരളത്തിൽ കണ്ടെത്തിയല്ലോ. അതുവഴി 3,50,000 ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന അവസ്ഥ വന്നാൽ 7 ലക്ഷത്തോളം ആളുകൾക്ക് ഈ കണക്ക് കൂട്ടിയാൽ ജോലി കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ. PSC മുഖേന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടിയത് കേരളത്തിലല്ലേ? ഇന്ത്യയിൽ ഏതാണ്ട് റിക്രൂട്ട് ചെയ്തതിന്റെ പകുതി എവിടെയാണ്? പകുതിയല്ല, 60% കേരളത്തിലാണ് ജോലി കിട്ടിയത്. ഇനിയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. പിന്നെ ഇവരുടെ നിഷേധാത്മകമായ രാഷ്ട്രീയം
UDF-ന്റെ അതൊന്നും ചൂണ്ടിക്കാണിക്കും. പിന്നെ അതിന്റെ അകത്ത് മുഴുവൻ പടക്കങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ ഇപ്പൊ അൻവർ പ്രശ്നത്തിൽ പോലും ഒരു യോജിച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനായോ? ഓരോരുത്തരായിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത് സംബന്ധിച്ച് അൻവറിന്റെ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഘടകയല്ലേ. ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറയുന്നു, ഏതാ ഭരണത്തിന്റെ വിലയിരുത്തൽ അല്ലാതാകുന്നത്? ഭരണത്തിന്റെ വിലയിരുത്തൽ അല്ലാതാകുന്ന എന്തെങ്കിലും ഉണ്ടോ? അതിലൊന്നും ഞങ്ങൾക്കൊരു ഉൾക്കണ്ടിയില്ല കേട്ടോ. മൂന്നാമത്തെ ടേം കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിന് വേറായിട്ട് കാര്യമൊന്നുമില്ല. അതിൽ ഞങ്ങൾക്ക് ഉൾക്കണ്ടിയില്ല. അതെല്ലാം തീരുമാനിക്കപ്പെട്ടതുപോലെയാണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാകാൻ പോകുന്നത്. അത് ഈ മാധ്യമങ്ങളുടെയും സെൻട്രൽ ഏജൻസികളുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി മാറുന്നതല്ല. അല്ല, പൊതുസ്വതന്ത്രം ഞങ്ങളെന്തിനാ തേടുന്നത്? ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയിലാണ്. ഞങ്ങളെന്തിനാ പൊതു സ്ഥാനാർത്ഥി നോക്കി നടക്കേണ്ട കാര്യം? പൊതു സ്ഥാനാർത്ഥി വരുന്ന ഭൗതിക സാഹചര്യം രൂപപ്പെട്ടു വന്നാൽ അതിനെപ്പറ്റി ആലോചിക്കുന്നത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞങ്ങളിപ്പോ മറ്റേ സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് നടക്കേണ്ട പരിപാടി ഞങ്ങൾക്കില്ല. ഒരാളെയും സമീപിച്ചിട്ടില്ല. ഒരാളെയും ഞങ്ങൾ സമീപിച്ചിട്ടില്ല. ഞങ്ങൾ കൃത്യമായിട്ട് പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കിയതിന്റെ തുടർച്ചയായിട്ട് പാർട്ടി സെക്രട്ടേറിയറ്റ് ഇന്നാണ് യോഗം ചേർന്നത്. ഇന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. അത്രയേ ഉള്ളൂ. പിന്നെ ആശാവർക്കർമാരുടെ സമരത്തിന്റെ കാര്യം സമരം. ആശാവർക്കർമാരുടെ സമരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മഴവിൽ സഖ്യത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു തുടർച്ചയാണ്. ഇതിൽ എത്രയോ പ്രാവശ്യം വിശദീകരിച്ചാണല്ലോ. ആശാവർക്കർമാരുടെ സമരത്തോടൊപ്പം ഞങ്ങൾ അത് പറഞ്ഞാൽ മനസ്സിലായാൽ ആശാവർക്കർമാരുടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സമരത്തോടൊപ്പമാണ് ഞങ്ങൾ. അത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് നടക്കേണ്ടുന്ന ഒരു സമരമാണ്. അത് രാഷ്ട്രീയമായ ഉള്ളടക്കത്തോടുകൂടി നിങ്ങളെല്ലാം കൂടി ചേർന്നു, ഞാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചേർന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. ഭാഗതിരിവുണ്ടായാൽ കൃത്യമായിട്ട് മനസ്സിലാവും അത് സെൻട്രൽ സ്കീമാണ്, സെൻട്രൽ ഗവൺമെന്റാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം ചേർന്ന് സംസ്ഥാന ഗവൺമെന്റ് എന്താണോ തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് മാസങ്ങളായി. ഇപ്പോഴും ഓരോരുത്തരും ഇങ്ങനെ ആശ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ പറയുന്നത് മാത്രമേ ഇപ്പോഴുള്ളൂ. അതാ കാര്യം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അല്ലല്ല, UDF മണ്ഡലമൊന്നുമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലം. ആര്യാടെ മോഹനോട് തന്നെ വളരെ ചെറിയ വോട്ടിനൊക്കെയാണ് നമ്മുടെ സ്ഥാനാർത്ഥി തോറ്റത്. അവിടെ ആ അനുഭവം ഞങ്ങൾ മുമ്പിലുണ്ട്. അതൊക്കെ മറികടക്കാനുള്ള നല്ല ശേഷിയും സാധ്യതയും ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ നിയോജക മണ്ഡലത്തിലുണ്ട്.